തുടക്കത്തിലെ മക്ക നഗരം, ബഹറിൻ്റെ അക്കരെ, നാവിൽ നിറയുന്നു, എല്ലാം നല്ല നല്ല പാട്ടുകളായിരുന്നു. മാഷാ അല്ലാഹ്. പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് 1, 2 എന്നൊക്കെ സെലക്ട് ചെയ്യാൻ ചെറിയൊരു കഷ്ടം വരുന്ന കോലത്തിൽ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഇതുപോലത്തെ വളരെ നല്ല മത്സരമാകുമ്പോൾ, നല്ല മത്സരാർത്ഥികൾ നല്ല മത്സരങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വളരെ വലുതായിരിക്കും. നമ്മളുടെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വളരെ വലുതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല. തുടക്കത്തിൽ പാടുന്ന ഹമ്മിങ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ പാട്ടിൽ തന്നെ മക്ക നഗരത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു ആലാപില്ലേ, അങ്ങനെയല്ലേ അതിൻ്റെ തുടക്കം. ആ ആലാപ് അതിൽ എന്തൊക്കെയൊക്കെ മിസ്സുണ്ടായിരുന്നു, കറക്റ്റ് നോട്ട്സ് ആയിരുന്നില്ല. പിന്നെ അതേപോലെ വരികളിലൊക്കെ പ്രളയത്തിലൊഴുക്കിയ എന്നുള്ളതിന് പകരം തൗഹീദിലൊഴുക്കിയ, അങ്ങനെ ചെറിയ ചെറിയ ലിറിക്സ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അതുപോലെ പിന്നെ പാടിയ പാട്ടിൻ്റെ അക്കരെ, ആ പാട്ടിലും അതുപോലെ നോട്ട്സ് ചില ഭാഗങ്ങളുടെ നോട്ട്സ് കറക്റ്റ് അല്ല. ചില നോട്ട്സുകൾ നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് പാടുന്ന, എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളോ പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് എക്സ്ട്രാ കൊണ്ടുവരേണ്ടത് അധികം റിപ്പീറ്റിലാണ്. റിപ്പീറ്റ് പാടുന്ന വരികളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വരി കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് അതിൻ്റെ കൃത്യം നോട്ട് മാത്രമാണ് പാടേണ്ടത്. രണ്ടാമത് ഇതിൻ്റെ റിപ്പീറ്റ് വരുമ്പോഴാണ് അതിൽ എക്സ്ട്രാ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വേണ്ടത്. അപ്പോൾ അത് തുടക്കത്തിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് മിസ്സാവും. പിന്നെ അതേപോലെ പിന്നെ നാവിൽ നിറയുന്നു എന്ന് പാടിയതിലും ഗഫാറായവനാണ്, പാപം ചെയ്തവർക്ക് മാപ്പേകും ഗഫാറായവനാണ്. ജബ്ബാറായവനല്ല, ഗഫാറായവനാണ്. പിന്നെ മക്ക മാമണൽ മരുഭൂമി, ആ പാട്ട് പാടിയ ആള് മാഷാ അല്ലാഹ് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ മൂപ്പരുടെ സൗണ്ട് പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, സ്റ്റേജിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ മൈക്കിൽ നമ്മൾ പറയുന്നത് തിരിച്ച് കേൾക്കല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയ ആ ഒരു പിച്ച് കൂടും. മൈക്കിൽ നമ്മളുടെ ഈ വോയിസ് കേൾക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പാടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോയ ആ ഒരു സ്കെയിലിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കയറ്റി പാടും. അങ്ങനെ കയറ്റി പാടുന്ന സമയത്ത് പിന്നെ ആ പാട്ടിൻ്റെയൊക്കെ മണിദീപമായി മഷ്ഹൂറായി ആ ഭാഗമാണല്ലോ, അത് കുറച്ച് ഹൈ നോട്ട്സ് വരുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് പാടുന്ന ഈ മൈക്കില്ലാതെ പാടി പഠിച്ചിട്ട് സ്റ്റേജിൽ ചെന്നിട്ട് മൈക്ക് എടുക്കുമ്പോൾ അറിയാണ്ട് തുടക്കം ഒന്ന് പൊന്തി പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ സൗണ്ട് പോകാൻ കാരണം. അപ്പോൾ ആ ഒരു ഫീല് മിസ്സാവും. കഷ്ടപ്പെട്ട് പാടുമ്പോൾ നമുക്ക് ഫീല് മിസ്സാവും. പരമാവധി നമുക്ക് ആപ്റ്റ് ആവുക, നമ്മൾ പക്ക നോർമലായിട്ട് നമ്മൾ ഓക്കെ ആണ് എന്ന് തോന്നുന്ന പിച്ചിൽ വേണം എപ്പോഴും പാടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പാടിയ സാരസപ്പു എന്ന് പറയുന്ന പാട്ട് ഇവിടെ നമ്മൾ വളരെ നന്നായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ, മലയാള ഗാനത്തിന് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു ഭക്തിഗാനം അല്ലെങ്കിൽ മധുര ഗാനമാകാം. പക്ഷെ അതിനൊക്കെ ഒരു മാക്സിമം നമ്മൾ ഫീല് ഉള്ള ഒരു ടൈപ്പ് സെലക്ട് ചെയ്യാം. ഇനി അഥവാ ഫീലുള്ള ടൈപ്പ് അല്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന വരികളുള്ള കുറച്ച് ഫാസ്റ്റുള്ള പാട്ടായാലും പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പടപ്പാട്ടുകൾ അല്ലെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഭക്തിഗാനത്തിൻ്റെ ആ ഒരു ടച്ച് അങ്ങ് പോകും. അപ്പോൾ പാട്ട് നമ്മൾ എത്ര നന്നായി പാടിയാലും നമ്മളെക്കാളും നന്നായിട്ട് വേറൊരാൾ അതുപോലത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ പാടിയത് വെറുതെ. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് നമുക്ക് ആപ്റ്റ് ആവുന്ന, അതുപോലെ മത്സരത്തിന് പങ്കെടുത്താൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉറപ്പുള്ള പാട്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ. അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മൾ ഈ 14 രാവ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ പരിപാടികളിൽ മത്സരാർത്ഥികൾ ചൂസ് ചെയ്യുന്ന പാട്ടുകളൊന്നും നോക്കിയാൽ മതി. നമുക്കിപ്പോൾ
നമ്മളിപ്പോൾ എപ്പോഴും പാട്ട് പാടി നടക്കുന്ന ആൾക്കാരല്ല. നമുക്ക് അതിനൊന്നും വലിയ പിടുത്തില്ലെങ്കിലും മത്സരാർത്ഥികൾ മത്സരങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ഒരു ശൈലിയിലുള്ള പാട്ടുകൾ ഏതാണ് നോക്കിയിട്ട് അത്തരത്തിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അല്ലാഹുവേ ആ പാട്ട് കേട്ടില്ലേ, നീ തന്നതല്ലേ, അങ്ങനത്തെ പാട്ടുകൾ. അതേപോലെ മക്ക നഗരം നല്ല പാട്ടാണ്. മക്ക നഗരമൊക്കെ ഒരുപാട് മത്സരങ്ങൾക്ക് വന്നിട്ടുള്ള പാട്ടുകളാണ്. അതേപോലെ ഈ പ്രപഞ്ച സൃഷ്ടാവനീ ആ പാട്ട്. അതേപോലെ ഈ തിരുത്വാഹയൊക്കെ പാടാൻ തിരുത്വാഹ റസൂലി ആ പാട്ട് പാടാറുണ്ട്. പിന്നെ മദഹ് ഗാനങ്ങളിൽ തന്നെ പാടാറുണ്ട്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ആ പാട്ട് പാടാറുണ്ട്. അതേപോലെ 14 നൂറ്റാണ്ട് പിന്നെന്തിന് ആ പാട്ട് പാടാറുണ്ട്. അങ്ങനെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് സ്ഥിരം കേട്ടു വരുന്ന പാട്ടുകളുണ്ട്. അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ഈ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ സ്ഥിരം കേൾക്കുക എന്നുള്ളത് നോക്കില്ല. മത്സരത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പാട്ട് ഏത്, അതൊക്കെയാണ്. മറക്കുവാനാകുമോ മഹമൂദിനെ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് നമ്മൾ മത്സരത്തിന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വളരെ നന്നായിട്ട് പാടിയ ആളുകളാണ് എല്ലാവരും. അതേപോലെ അവസാനം പാടിയ പാട്ട് പറഞ്ഞില്ല, അവസാനം പാടിയത് മാഷാഅല്ലാഹ് വളരെ നല്ല പാട്ടായിരുന്നു, നല്ല സെലക്ഷനാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഫീൽ വരുന്ന ടൈപ്പുള്ള പാട്ടുകളായിരിക്കും കുറച്ചും കൂടെ ഭക്തിഗാനം അല്ലെങ്കിൽ മലയാള ഗാനത്തിന് സെലക്ട് ചെയ്ത് നന്നാവും. ഓക്കെ, അസ്സലാമു അലൈക്കും.